ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിതിൻസ് ടിപ്സ് ആൻഡ് ട്രാവൽ. ഇന്ന് നമ്മൾ പോകുന്നത് അബുദാബിയിലെ അലൈനിലുള്ള റാഡിസൺ ബ്ലൂ ഹോട്ടൽ ആൻഡ് റിസോർട്ടിലേക്കാണ്. ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അൽ സലൂജ് ഡിസ്ട്രിക്റ്റിലാണ്. അതായത് അലൈൻ ബസ് സ്റ്റേഷനിൽ നിന്നും 2.5 കിലോമീറ്റർ മാത്രം അകലെയായിട്ടാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 26 കിലോമീറ്റർ ഫ്രം അലൈൻ എയർപോർട്ടാണ്. പെരുന്നാളിനും മറ്റ് അവധികൾക്കുമായിട്ട് അലൈനിലേക്ക് വരുന്ന ആളുകൾക്ക് താമസിക്കാൻ പറ്റിയൊരു ഹോട്ടൽ ആൻഡ് റിസോർട്ടാണിത്. ഓൺലി 90 മിനിറ്റ്സ് ട്രാവൽ ഫ്രം അബുദാബി ആൻഡ് ദുബായ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ധാരാളം കാഴ്ചകൾ ഇവിടെയുണ്ട്. റൈഡുകളുണ്ട്, റെസ്റ്റോറൻറ്റ്സും ഉണ്ട്, പൂളുകളുണ്ട്, മസാജ് സെൻ്ററുണ്ട്, ബാർ ആൻഡ് പബ്ബുണ്ട്. അങ്ങനെ ഒത്തിരി അനവധി പ്രത്യേകതകൾ കൊണ്ട് ഈ ഹോട്ടൽ മനോഹരമാണ്. ഇപ്പോൾ നമ്മൾ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. ഈ ഹോട്ടലിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ബാൾ റൂംസ് ഉണ്ട്, അതുപോലെ തന്നെ കോൺഫറൻസ് ഹാളുകളുണ്ട്. റൈറ്റ് സൈഡ് ടേൺ എടുത്താൽ മാത്രമാണ് ഹോട്ടലിൻ്റെ റിസപ്ഷനിലേക്ക് എത്തുക. നമ്മളിപ്പോൾ വന്നു ഹോട്ടലിൻ്റെ റിസപ്ഷൻ്റെ ഫ്രണ്ടിൽ വണ്ടി നിർത്തി. ഇപ്പോൾ നമ്മൾ കാർ പാർക്കിങ്ങിന് ശേഷം റിസപ്ഷനിലേക്ക് പോവുകയാണ്. വളരെ മനോഹരമായിട്ട് പൂക്കൾ കൊണ്ടെല്ലാം ഇവിടെ അലങ്കരിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഔട്ട്സൈഡ് ഏരിയ ആണ്. അതുപോലെ തന്നെ ലാർജ് ഏരിയ തന്നെയുണ്ട് കാർ പാർക്കിങ്ങിനായിട്ട്. ഈ ഹോട്ടൽ 4 സ്റ്റാർ റിസോർട്ടാണ്, ഹോട്ടൽ ആൻഡ് റിസോർട്ടാണ്. ഇത് 1971 സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകളെല്ലാം കാണാം. അതിന് മുമ്പായി നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ റിസപ്ഷൻ്റെ ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് ആദ്യമേ കാണുന്ന വ്യൂ. ആ കാണുന്നതാണ് റിസപ്ഷന്. ഇപ്പോൾ ചെക്കിംഗ് ടൈം 3 PM ആണ്. അതുപോലെ തന്നെ ചെക്കൗട്ട് ടൈം 12 PM. നമ്മൾ നേരെ വന്നു റിസപ്ഷനിൽ നിന്ന് റൂം ബുക്ക് ചെയ്തു. അപ്പോൾ റൂം ബുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മളെല്ലാ വീഡിയോയ്ക്കകത്തും പറയാറുണ്ട്. അതുപോലെ എങ്ങനെ ചീപ്പായിട്ട് താമസിക്കാം എന്നതിനെ പറ്റിയും നമ്മളെല്ലാ വീഡിയോയ്ക്കകത്തും പറയുന്നുണ്ട്. ആദ്യമായിട്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ റൂം ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഫസാ കാർഡ് ഉള്ള ആളുകൾ ഫസാ കാർഡ് വെച്ച് തന്നെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ വലിയൊരു ഓഫർ ഇവർക്ക് നിങ്ങൾക്ക് തരാൻ സാധിക്കും. അതുപോലെ ചീപ്പായിട്ട് നിങ്ങൾക്ക് താമസിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഈ റാഡിസൺ ബ്ലൂവിൻ്റെ മെമ്പർ ആണെങ്കിൽ 10% നിങ്ങൾക്ക് ഓഫുണ്ട്. റൂംസിന് എല്ലാത്തിനും റേറ്റിൽ 10% കുറവുണ്ട്. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തു. നമുക്ക് കിട്ടിയ റൂം 4th ഫ്ലോറിലാണ്. നമ്മൾ നേരെ ലിഫ്റ്റ് കയറി 4th റൂമിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് ഇനി റൂം തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളെല്ലാം കാണാം. ഇതാണ് നമ്മുടെ മനോഹരമായിട്ടുള്ള റൂം. അവർ നല്ലതുപോലെ ഡെക്കറേറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. വളരെ മനോഹരമായിട്ടുള്ള റൂമാണ്. നമ്മൾ റൂം എടുത്തപ്പോൾ തന്നെ മൗണ്ടൻ വ്യൂ റൂമാണ് എടുത്തത്. അതുപോലെ തന്നെ സുപ്പീരിയർ റൂമാണ് എടുത്തത്. റൂമുകളെ പറ്റി പറയുകയാണെങ്കിൽ വെറൈറ്റി റൂമുകളാണ് ഉള്ളത്. ഇതിന് 201 റൂംസ് ഉണ്ട്. അതുപോലെ തന്നെ സൂട്ട്സ് ഉണ്ട്, ചാലറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ കോൺഫറൻസ് ഹാളുകളെല്ലാം ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണാം, നല്ല മനോഹരമായിട്ടുള്ള റൂമാണിത്. ഇവിടെ ടെലിവിഷനും എല്ലാം ഉണ്ട്. എനിക്ക് ആദ്യമേ തന്നെ പറയാനുള്ളത്, ഇവർ നല്ല രീതിയിൽ തന്നെ ബലൂൺ കൊണ്ടും ഫ്ലവർ കൊണ്ടും എല്ലാം അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളോട് റൂം ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളോട് ചോദിച്ചിരുന്നു, എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യത്തിനാണോ നിങ്ങൾ വിസിറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്, അതിൻ്റെ അന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ ഇങ്ങനെ പൂക്കൾ കൊണ്ടും എല്ലാം അലങ്കരിച്ചത്. നിങ്ങളിപ്പോൾ ടോയ്ലറ്റ് കണ്ടു. ഇതുപോലെ തന്നെ ടീയും കോഫിയും ഉണ്ടാക്കാനുള്ള ഫെസിലിറ്റീസ് അവർ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫുൾ ടൈം വൈഫൈ ഉണ്ട്. ഇതാണ് കബോർഡ്. അവിടെ അയൺ ബോക്സും ടേബിളും എല്ലാം വെച്ചിട്ടുണ്ട്. ഷൂസ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് കബോർഡിൽ പ്രയർ ബുക്കും മാറ്റും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റൂം വളരെ മനോഹരമായി, എനിക്ക് വളരെ റൂം ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് പുറത്തെ ജസ്റ്റ് ഒന്ന് കാഴ്ച കാണാം. ഇതാണ് നമ്മുടെ 4th ഫ്ലോറിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള വ്യൂ. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു, 1971 റോയൽ വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് ഇനാഗുറേറ്റ് ചെയ്ത 4 സ്റ്റാർ റിസോർട്ടാണ്. ഇത് UAE ഓൾഡസ്റ്റ് റിസോർട്ടാണിത്. എലിസബത്ത് രാജ്ഞി പോലുള്ള ഫേമസ് ആളുകൾ ഈ ഹോട്ടലിൽ വന്നിട്ടാണ് താമസിച്ചിട്ടുള്ളത് UAE വിസിറ്റ് ചെയ്ത സമയത്ത്. അതുപോലെ മുഹമ്മദ് അലിയും ഇവിടെ വന്ന് റിസോർട്ടിൽ താമസിച്ചിട്ടുണ്ട്. പിള്ളേരെല്ലാം പൂളിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ റൂമിന് പുറത്തേക്ക് ഇറങ്ങി ആ വ്യൂ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ഇതാണ് അമേസിംഗ് ആയിട്ടുള്ള മൗണ്ടൻ വ്യൂ. ആ കാണുന്നതാണ് ജബൽ ഹഫീത്ത്, ബാക്കിൽ കാണുന്നതാണ് ജബൽ ഹഫീത്ത്. ഇത് കോൺഫറൻസ് ഹാളിലേക്കും ബാൾ റൂംസിലേക്കും വരുന്ന ആളുകൾക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഒരു ലാർജ് ഏരിയയാണ് ഇവർ പാർക്കിങ്ങിനായിട്ട് ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ ഹോട്ടലിൽ വരുന്ന ആളുകളുമായിട്ട് ബാൾ റൂംസിലുള്ള ആളുകളുമായിട്ടും മിങ്കിൾ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം 2 പേർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള
ഏരിയയാണ് പാർക്കിങ്ങിനായിട്ടുള്ളത്. ഞങ്ങൾ പിള്ളേർക്ക് പൂളിൽ ചാടാനുള്ളത് കൊണ്ട് ഞങ്ങൾ നേരെ പൂളിലേക്ക് പോകുന്നു. ഇതാണ് പൂളിൻ്റെ റിസപ്ഷന്. ഇവിടെ വന്നാണ് നമ്മൾ ടവൽസ് എല്ലാം വാങ്ങുക. ഇപ്പോൾ കാണുന്നതാണ് ഇവിടുത്തെ സ്പായ്. ഇവിടെ ഇതിനുള്ളിൽ തന്നെ VIP സ്പായും നോർമൽ സ്പായും ഉണ്ട്. എന്തൊക്കെയാണ് മസാജ് ചെയ്യുന്നത് അതിനെപ്പറ്റി എല്ലാം ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ജിമ്മിലേക്കാണ്. വളരെ ഒരു ലാർജ് ഏരിയയിൽ മൾട്ടി ജിം ഇവിടെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ജിമ്മിൻ്റെ സ്ഥലം വേറൊരു ഏരിയയിലായിരുന്നു. ഇത് ടേബിൾ ടെന്നീസ് കളിക്കുന്ന ഏരിയ ആയിരുന്നു. റെനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. മെയ് മാസം വരെ റെനോവേഷൻ ആയിരിക്കും അവർ ഓൾറെഡി ഇൻഫോം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ടേബിൾ ടെന്നീസിൻ്റെ ഏരിയയിലേക്കും സ്ക്വാഷ് കളിക്കുന്ന ഏരിയയിലേക്കുമായിട്ട് ജിം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടുത്തെ ജിമ്മിലെയും മറ്റ് ഫെസിലിറ്റീസിൻ്റെയും ടൈം. ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് മക്കാനി എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻ്റ് ആണ്. ഇതിനുള്ളിൽ തന്നെ 6 റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. മൾട്ടി ലാംഗ്വേജ് ഉള്ള സംസാരിക്കുന്ന ആളുകളും സ്റ്റാഫുകളും എല്ലാം ഉണ്ട്. സ്റ്റാഫ്സ് എല്ലാം ഫ്രണ്ട്ലിയാണ്. ഇപ്പോൾ നമ്മൾ പൂളിലേക്ക് എത്തിയിരിക്കുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള പൂൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാണ് പൂളിൻ്റെ വ്യൂ. അടിപൊളി പൂള്. അപ്പോൾ നമ്മൾ നേരെ പൂളിൽ ചാടുന്നതിന് മുമ്പ് തന്നെ കുട്ടികൾക്ക് റൈഡിലേക്കാണ് പോയത്. ഇവിടെ ധാരാളം കുട്ടികൾക്കുള്ള റൈഡുകൾ ഇവിടെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ സേഫ്റ്റിക്ക് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ പ്ലേ ഗ്രൗണ്ടിലേക്കാണ് പോയത്. പ്ലേ ഗ്രൗണ്ട് പൂളിനോട് ചേർന്നാണ് ഉള്ളത്. അതിന് ബാക്ക് സൈഡിലായിട്ടാണ് ടെന്നീസ് കോർട്ട് ഉള്ളത്. നിങ്ങൾ കാണാൻ സാധിക്കും ടെന്നീസ് കോർട്ട് അതിൻ്റെ ബാക്ക് സൈഡിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അവർ. അപ്പോൾ പിള്ളേർ ആദ്യമേ തന്നെ റൈഡുകളെല്ലാം കയറി എൻജോയ് ചെയ്തു. ഇനി നമുക്ക് അതിൻ്റെ ബാക്ക് സൈഡിലുള്ള ചാലറ്റ്സ് ഒന്ന് കാണാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ചാലറ്റ്സ്. ഇവിടെ ധാരാളം ചാലറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള റൂമുകളും ഉണ്ട് സെപ്പറേറ്റ്. ഇവനുള്ളിൽ തന്നെ ഇവരൊരു വാട്ടർ ഫൗണ്ടൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളം ഒഴുകി പോകുന്ന ഒരു അരുവി എല്ലാം ഇവർ ഇതിനോട് ആർട്ടിഫിഷ്യലായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ അരുവിക്ക് അപ്പുറത്തേക്ക് ഒരു സ്മോൾ പാലം കടന്ന് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. ഈ വെള്ളച്ചാട്ടം ഒക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുണ്ട്. പിള്ളേർക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഇടയാണ്. അതുപോലെ നിങ്ങൾ വരികയാണെങ്കിൽ ഈ റെസ്റ്റോറൻറ്റിൽ ട്രൈ ചെയ്യുക. ഇവിടെ അറബിക് ഗ്രിൽസ് എല്ലാം കിട്ടും ഈ കാണുന്ന റെസ്റ്റോറൻറ്റിൽ. ഇത് രാത്രിയിലാണ് ഈ റെസ്റ്റോറൻറ്റ് ആക്റ്റീവ് ആകുക. അതുപോലെ തന്നെ ബിഗ് സ്ക്രീനിൽ ഫുട്ബോൾ പോലുള്ള സ്പോർട്സ് പ്രോഗ്രാംസ് എല്ലാം ഇവർ ഈ ടെലിവിഷനിൽ കാണിക്കും. ഇത് നൈറ്റ് വ്യൂ ആണ്. ഇപ്പോൾ കണ്ടതിൻ്റെ നൈറ്റ് വ്യൂ ആണ് ഞാൻ ഇതിനുള്ളിൽ ആഡ് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമാണ് നൈറ്റിൽ. പക്ഷേ ഫാമിലി പൂള് വൈകിട്ട് അടയ്ക്കുന്നതായിരിക്കും. സൺസെറ്റ് വരെയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലാബ് പൂള് റിനോവേഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ റീസെൻ്റ്ലി രാത്രി 9 PM വരെ ഫാമിലി പൂൾ ഓപ്പൺ ആണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന റെസ്റ്റോറൻ്റാണ് ആദ്യമേ കാണിച്ചത്. ഇത് ഇവിടെ വന്നിരിക്കാൻ നൈറ്റിൽ ഒരു പ്രത്യേക വൈബ് തന്നെയാണെന്ന് പറയാം. ടെലിവിഷനിൽ പ്രോഗ്രാമേഴ്സ് എല്ലാം പോകുന്നു. ഇത് മക്കാനി എന്ന് പറഞ്ഞ അറബിക് റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ 6 റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. കൂടാതെ ബാറും മറ്റ് ഫെസിലിറ്റീസും ഉണ്ട്. ഈ ഫാമിലി പൂളിനോട് ചേർന്ന് തന്നെ പൂൾ ബാറും ഉണ്ട്. ആ പൂൾ ബാറാണ് ഇപ്പോൾ നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ കണ്ടത്. ഇതാണ് ഫാമിലി പൂളിൻ്റെ അമേസിങ് വ്യൂ. കുട്ടികൾ വെള്ളത്തിൽ ചാടാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. എന്നെ പിടിച്ച് വലിക്കുന്നുണ്ട് അങ്ങോട്ട് വെള്ളത്തിലേക്ക്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ ബാക്കി കാഴ്ചകളെല്ലാം കാണാം. പൂളിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ 3 പൂളുകളാണുള്ളത്. ഇതാണ് കിഡ്സ് പൂള്. ഇവിടെ വെറും 40 സെൻറ്റിമീറ്റർ ഹൈറ്റ് മാത്രമേ ഉള്ളൂ. അതായത് വെള്ളത്തിന് അത്ര വലുപ്പം മാത്രമേ ഉള്ളൂ. നിങ്ങൾ കാണാം മുട്ടുകളുടെ മുട്ട് വരെ അല്ലെങ്കിൽ അരയപ്പം വരെയുള്ള വെള്ളമേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ സേഫ്റ്റിയുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഇവിടെ പൂളിൽ ഇറക്കുമ്പോൾ സെക്യൂരിറ്റിമാർ പ്രത്യേകം പറയും കിഡ്സിനെ ഇറക്കുകയാണെങ്കിൽ പേരൻസ് അവരുടെ കൂടെ വേണമെന്ന്. അവർ മുന്നിൽ പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ്. എങ്കിലും 40 സെൻറ്റിമീറ്റർ മാത്രമേ ഈ കിഡ്സ് പൂളിന് ഹൈറ്റ് ഉള്ളൂ. അതുപോലെ തന്നെ മറ്റുള്ള ഫാമിലി പൂളിനെ പറ്റി പറയുകയാണെങ്കിൽ ഫാമിലി പൂളാണ് ഇവിടുത്തെ ഏറ്റവും അട്രാക്ഷൻ എന്ന് പറയാം. ഇതിന് ഉള്ളിൽ ഏറ്റവും ലാസ്റ്റായിട്ട് നിങ്ങൾക്ക് ഒരു റൈഡ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ വെള്ളത്തിന് നല്ല ഫോഴ്സ് ഉണ്ട്. നമുക്ക് നാട്ടിൽ മഴ ഉള്ളിൽ അല്ല നമ്മൾ മഴ കൊള്ളുന്ന അതേ പ്രതീതിയാണ് ഈ ഭാഗത്ത് നിൽക്കുമ്പോൾ. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പൂളിൽ കളിക്കാനുള്ള എന്തെങ്കിലും ഐറ്റംസുമായിട്ട് വരികയാണെങ്കിൽ അതിനെ എയർ അവർ അടിച്ച് സെറ്റാക്കി തരും. അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഇവിടുത്തെ
റിസപ്ഷനോട് ചേർന്ന് തന്നെ ഒരു ഷോപ്പുണ്ട്, അവിടെ നിന്ന് വാങ്ങാൻ സാധിക്കും. ഇതാണ് പൂള് ടെമ്പറേച്ചർ കൺട്രോൾഡ് ആണ്. അത് നമ്മളിങ്ങോട്ട് നടന്നു വന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓരോ പൂളിൻ്റെയും എത്രയാണ് ടെമ്പറേച്ചർ എന്ന് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോ ദിവസത്തെയും. അതുപോലെ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ അവർ സെറ്റ് ചെയ്തത് അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് എത്ര ടെമ്പറേച്ചർ ആണെന്ന്. ഇതാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു റൈഡ്. ഇത് അഡൽട്ട്സിനും ഈ സ്ലൈഡറിൽ കയറി നമുക്ക് യൂസ് ചെയ്യാം. ആളുകളെല്ലാം പോയി യൂസ് ചെയ്യുന്നതാണ്. പിള്ളേരെല്ലാം ചാടുന്ന കണ്ടു. ഇപ്പോൾ എനിക്കും അതിന് മുകളിൽ കയറി ചാടണമെന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഈ ഫാമിലി പൂൾ തന്നെ 2 സൈഡുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സൈഡിൽ അതിൻ്റെ നെഞ്ചപ്പം മാത്രമേ വെള്ളമുള്ളൂ. അടിപൊളി. ഒരു സായിപ്പ് വന്ന് വെള്ളത്തിലോട്ട് വന്ന് ചാടുന്ന കണ്ടു. എനിക്കും ചാടണം. ഞാനും പോയി കൊച്ചിനെയും കൂട്ടി അതുപോലെ സായിപ്പിനെ പോലെ ചാടാൻ ശ്രമിച്ച് അത്ര ഒത്തില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾ എൻജോയ് ചെയ്തു. ഇനി എനിക്ക് തന്നെ പോയി ചാടണം കുട്ടികളെ കൂടാതെ. ഇതാണ് ഞാൻ പറയുന്ന മഴ പെയ്യുന്ന പോലെ അവർ സെറ്റ് ചെയ്തേക്കുന്ന ഈ പൂളിൻ്റെ ഒരു ഭാഗം. ഈ കാണുന്നതാണ് നെക്സ്റ്റ് സൈഡ്. ഇവിടെ നല്ല താഴ്ചയുണ്ട്. ഇതിൻ്റെ ഒരു സൈഡിൽ ഒരാൾ താഴ്ചയോളം ഉണ്ട്. നല്ല ഹൈറ്റിലാണ്. ഇതിപ്പോൾ നമ്മൾ പൂളിൽ നിന്ന് ജസ്റ്റ് കയറി ബാറിൻ്റെ സൈഡിൽ കൂടെ ഇനി മറ്റ് സൈഡിലെ കാഴ്ചകളൊന്ന് കാണാം. ഇനി എനിക്ക് മുകളിൽ പോയിട്ട് ആ റൈഡ് ഒറ്റയ്ക്കൊന്ന് കയറണം. ഞാൻ വീഡിയോ ഒക്കെ പിടിച്ചുകൊണ്ട് ഇന്ന് വീക്കെൻഡ് ആയിട്ട് പോലും നല്ല ആളാണ്, നല്ല തിരക്കാണ്. ഇതാണ് റൈഡിൻ്റെ മുകളിൽ കയറിയാലുള്ള കാണാവുന്ന ഹോട്ടലിൻ്റെയും റിസോർട്ടിൻ്റെയും ഫുള്ള് വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമാണ്. സൂപ്പറായിട്ടുള്ള ലൊക്കേഷനാണ്. വളരെ മനോഹരമായിട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞിരുന്നു ആ കാണുന്ന മക്കാനി റെസ്റ്റോറൻറ്റ് നൈറ്റിലാണ്. ഇതാണ് ചാലറ്റ്സ്. അതിങ്ങനെ ഒരു വി ഷേപ്പിലാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അപ്പോൾ ഈ ഹോട്ടലിൽ വന്ന് താമസിക്കാൻ വരുന്ന ആളുകൾക്ക് വേണ്ടി ഞാൻ പറയുന്ന മറ്റൊരു ടിപ്സ്, നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യുക. അതുപോലെ ഓൺലൈനിൽ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ കൊടുത്തേക്കാം. ഒരു ഓൺലൈൻ സൈറ്റിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, കാരണം അത് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് പോകും. നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ ഗൂഗിളിൽ കയറിയിട്ട് റാഡിസൺ ബ്ലൂ അലൈൻ അടിച്ചു കൊടുക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് റാഡിസൺ ബ്ലൂവിൻ്റെ ഒറിജിനലായിട്ടുള്ള സൈറ്റിലേക്ക് പോകും. അവിടെ നിന്നും റേറ്റ് ചൂസ് ചെയ്ത് റൂം സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ അഗോഡ, booking.com അല്ലെങ്കിൽ മൈ ക്ലിയർ ട്രിപ്പ് പോലുള്ള സൈറ്റുകളിൽ നിന്നെല്ലാം ചീപ്പായിട്ട് റിഡക്ഷനോടെ നിങ്ങൾക്ക് റൂം സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ റിസപ്ഷൻ ചെക്കൗട്ട് ചെയ്തിരിക്കുകയാണ്. 12 മണി കഴിഞ്ഞു. ഇവിടെ സ്റ്റാഫ് എല്ലാം വളരെ സപ്പോർട്ടീവാണ്. അപ്പോൾ നിങ്ങൾ റൂം എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ചീപ്പായിട്ട് താമസിക്കാൻ ആഗ്രഹിക്കുമെങ്കിൽ സ്റ്റാൻഡേർഡ് റൂംസ് എടുക്കുക. നമ്മൾ സുപ്പീരിയർ റൂമാണ് എടുത്തത്. അതുപോലെ തന്നെ മൗണ്ടൻ വ്യൂസിന് ഉള്ള റൂംസിന് റേറ്റ് കുറവാണ്. പൂൾ വ്യൂസിനാണ് എപ്പോഴും റേറ്റ്. ഞങ്ങൾ ഈ ഹോട്ടലിൽ നല്ലതുപോലെ എക്സ്പ്ലോർ ചെയ്തു, എൻജോയ് ചെയ്തു. കുട്ടികളെല്ലാം അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. പൂൾസ് ഇവിടെ മനോഹരമാണ്, ക്ലീനാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.